ആശമാർക്ക് ആദ്യമായി ഒരു ഓണറേറിയം നൽകിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, VS ഗവൺമെന്റിന്റെ കാലത്താണ്. ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന ഘട്ടം. പിന്നീട് ശൈല ടീച്ചറും അതിനുശേഷം വീണ ജോർജും അവരെല്ലാം മന്ത്രിമാരായിരുന്ന ഘട്ടത്തിൽ പിണറായി ഗവൺമെന്റിന്റെ കാലത്താണ് 300-ൽ നിന്ന് 9,000 രൂപയിലേക്ക് എത്തിയത്. അപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് UPA ഗവൺമെന്റിന്റെ കാലത്തും BJP ഗവൺമെന്റിന്റെ കാലത്തും ഒരു പൈസ പോലും അവർക്ക് വർദ്ധിപ്പിക്കാൻ ഓണറേറിയം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടും ഓണറേറിയം ഈ രൂപത്തിൽ 9,000-ൽ എത്തിച്ച ഒരു ഗവൺമെന്റിനെ നമ്മൾ അത് വിസ്മരിക്കാൻ കാണില്ല. കാരണം ആശാപ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതിൽ എൻ്റെ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ ആദ്യം അതിന് നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒന്നുകൂടിയായിരുന്നു ഞാൻ. അവർക്ക് എത്ര കൊടുക്കാനും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ആശാ വിസ്മരിക്കുന്നതാണൊക്കെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 21,000 രൂപ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ പാർലമെന്റിന്റെ മുമ്പിൽ സമരം ചെയ്ത് അവർക്ക് എല്ലാ പിന്തുണയും കൊടുത്ത ഒരു സംഘടനയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ഞങ്ങൾ അന്നത്തെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുമ്പിലും ഞങ്ങൾ ഈ നിർദ്ദേശം വെച്ചു. പക്ഷെ കേന്ദ്രം കേരളത്തോട് സഹകരിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും 21,000 രൂപ വേണം എന്നുള്ള ഡിമാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടാണ് ആ സഹോദരിമാർക്ക് 9,000 രൂപ കൊടുത്തിട്ടുള്ളത്. UDF പറഞ്ഞത് 21,000 രൂപ കൊടുക്കുമെന്നാണ് അവരുടെ സമരപ്പന്തലിൽ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അവർ 3,000 രൂപയാണ്. ഇപ്പോൾ എത്ര ചെറുതാണെങ്കിലും ആശമാർക്ക് പ്രഖ്യാപിക്കുന്നതിനെ ഞങ്ങൾ അങ്ങനെ നിഷേധിക്കുന്നില്ല. പക്ഷേ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അവർ യോഗങ്ങളിലെല്ലാം പറഞ്ഞത് 21,000 രൂപ ഞങ്ങൾ കൊടുക്കുമെന്നാണ്. ഇപ്പോൾ അത് 3,000 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആ വർദ്ധിപ്പിച്ചതിനെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഏത് ഗവൺമെന്റ് ചെയ്യുന്ന നല്ലതിനെ ഞങ്ങൾ നല്ലതെന്ന് തന്നെ പറയും. പക്ഷേ ആദ്യമായി ആ സഹോദരിമാരെ സഹായിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ അഭിമാനവും സന്തോഷവും. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ പോകുന്ന ഒരു സ്ത്രീക്ക് സൗജന്യ യാത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനദണ്ഡമൊന്നും ഇപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതിനെ സംബന്ധിച്ച് അറിയില്ല. കാരണം ഇന്നലെ ഇപ്പോൾ പറഞ്ഞു ജൂൺ 15-ന് നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത്. പണ്ടത്തെ ചരിത്രമാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. പെൻഷൻ അടക്കം 18 മാസത്തെ കുടിശ്ശിക കിട്ടിയിട്ടാണ് അന്നത്തെ ഗവൺമെന്റ് പോയത്. സ്ത്രീ സുരക്ഷ അടക്കം അട്ടിമറിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു പുതിയ ഗവൺമെന്റ് വന്ന് അവരുടെ തുടക്കമാണ്. അവരിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനം ഞങ്ങൾ നോക്കും. ഈ വാഗ്ദാനങ്ങളിൽ നിന്നെല്ലാം അവർ പുറകോട്ട് പോവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള സമരവും കേരളത്തിൽ രാജ്യത്തുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും അത് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഒരു ഗവൺമെന്റ് വന്നതേ ഉള്ളൂ. അവരിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾ നോക്കി അതിനനുസരിച്ച് തന്നെ കാര്യം.